ഞാനപ്പോൾ സിമിയോൻ്റെ ഷോറൂം വരെ ഒന്ന് പോയിക്കായിരുന്നു കേട്ടാ. വേറൊന്നിനല്ല, ഈ കാണുന്ന ബൈക്ക് മേടിക്കാനാ. ഇത് ഒരു ഹാർലിയുടെ ബൈക്കാണ് കേട്ടാ. ഈ ബൈക്ക് ഒരു രക്ഷയുമില്ല. ഇതിൻ്റെ ബാക്കിലത്തെ ടയർ കണ്ടില്ലേ? ആ ടയറിന് അത്യാവശ്യം വീതിയുണ്ട്. സംഭവം നല്ല വണ്ടിയാ. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഷിൻചാനും പിഞ്ചാനും പറഞ്ഞിട്ടില്ല. ഞാനപ്പോൾ ആലോചിക്കണത് അവർക്കൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. അവർക്ക് പിന്നെ ഹാർലിയുടെ ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ബൈക്ക് മോഡിഫൈയും കൂടി ചെയ്യാം കേട്ടാ. ഒന്നാമത്തെ കാര്യം, ഈ ബൈക്കിൽ ബൂസ്റ്റർ വരുന്നില്ല. നമുക്കത് വേറെ വെക്കേണ്ടി വരും. ബൂസ്റ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടി അത്യാവശ്യം സ്പീഡിലൊക്കെ പോവും. സിമിയോൺ പറഞ്ഞത് ഈ ബൈക്കിൻ്റെ മാക്സിമം സ്പീഡ് 150 ആ 150 വരെ പോകുമെന്ന് വിചാരിക്കണു. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഈ വണ്ടി നമുക്ക് ഗാരേജിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റും. വണ്ടി പിന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. ഈ വണ്ടി നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അല്ലെങ്കിലും ഈ വണ്ടി ആരും അടിച്ചു മാറ്റൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഗ്യാരേജില്ലേ, ഈ ഗ്യാരേജിൽ ഒരു സെൻസർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഈ ഗ്യാരേജ് തുറക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും തുറക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, വണ്ടി ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്നോളും. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഷിൻചാനും പിഞ്ചാനും കൊണ്ടുവരാം. അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. അവർ മിക്കവാറും ചോപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും. ഒരു മിനിറ്റ്, അവിടെ ഒരു പൊട്ടൻ ഗണ്ണും കൈ പിടിച്ച് നിൽക്കണ്ടല്ലോ. ഇതാരാണാവോ? ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, നിങ്ങളാരാ? എന്താ അവിടെ ഗണ്ണും കൈ പിടിച്ച് നിൽക്കണേ? ഒരു മിനിറ്റ്, ഇതെന്തത്? എടാ ഷിൻചാനെ പിഞ്ചാനെ ചോപ്പേ, നിങ്ങൾ എന്തിൻ്റെ മേലെ നിൽക്കണേ? ഒരു മിനിറ്റ്, ഇവിടെ ഒരാളല്ല കേട്ടാ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഗണ്ണും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവരേതോ ഗ്യാങ്ങിൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഇവർ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഇത് കണ്ടില്ലേ, വലിയൊരു ബക്കറ്റ് പോലത്തെ സംഭവമാണ്. അതിൻ്റെ അകത്താണെങ്കിൽ ലാവയാ. ഇനിയിപ്പോൾ ഷിൻചാനും പിഞ്ചാനും ചോപ്പനും ലാവയിൽ മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാണോ? അതിന് മാത്രം ഞാനെന്തൊരു തെറ്റ ചെയ്ത്? ഒരു മിനിറ്റ്, ഇതാ ഗ്യാങ്ങിൻ്റെ ബോസാന്ന് തോന്നുന്നുണ്ട്. ഒന്ന് സംസാരിച്ച് നോക്കാം. ഹലോ ചേട്ടാ, നിങ്ങളൊക്കെ ആരാ? നമ്മളെന്തൊരു തെറ്റ ചെയ്ത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് ശരി, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഇവരെ വെറുതെ വിട്ടേക്ക്. ഇവരെ അങ്ങ് പെട്ടെന്ന് വെറുതെ വിടാനൊന്നും പറ്റില്ല. അതിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പണി അത് ചെയ്ത് തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവരെ വെറുതെ വിടാം. പണിയാ? എന്തൊട്ട് പണിയാ? വേറെ ഒന്നല്ല, നീ പിന്നെ വലിയ റേസറാന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ പലേറ്റോബയിൽ പോണ വഴിയില്ലേ, അവിടെ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. ആ റേസിൽ ആരാണോ ജയിക്കണേ അവർക്ക് കിട്ടും $50 കോടി. നീയപ്പോൾ ആ റേസിൽ പങ്കെടുക്കുക, ആ റേസ് ജയിക്കുക. അന്നേരം ആ ക്യാഷ് പ്രൈസില്ലേ, അത് എൻ്റെ കയ്യിലങ്ങ് കൊണ്ടുതരാം. അങ്ങനെയാണെങ്കിൽ ഷിൻചാനും പിഞ്ചാനും വെറുതെ വിടാം. എന്നാലും ഇതൊന്നിട്ട് പരിപാടിയാ. റേസ് ജയിച്ചു കഴിഞ്ഞാൽ 50 കോടി കിട്ടും, അത് ഓക്കെ. പക്ഷേ ആ റേസ് ജയിക്കണ്ടേ? ആ റേസ് ജയിക്കോ ഇല്ലെന്ന് എന്തിട്ട് ഉറപ്പുള്ളത്? ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ബാങ്ക് റോബറി ചെയ്യാം. ഓ, ബാങ്കൊക്കെ റോബറി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബാങ്കിലൊന്നും 50 കോടി ഉണ്ടാവില്ല. കൂടിപ്പോയാൽ 10 കോടി അത്ര ഉണ്ടാവുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ആ റേസ് ജയിക്കാൻ നോക്ക്. ഇവിടെ ലോസ് ആൻഡോസിൽ ഇഷ്ടം പോലെ സ്റ്റണ്ട് റേസും സ്ട്രീറ്റ് റേസും നടക്കാറുണ്ട്. അതിൽ മിക്ക റേസുകളിലും നീ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയണേ. ഗൈസ്, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഇയാൾ നമ്മളോട് ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുക. പക്ഷേ ആ ക്യാഷ് പ്രൈസ് ഇല്ലേ, അത് ഇയാൾക്ക് വേണമെന്ന്. ഞാൻ റേസിൽ ജയിക്കും വേണം, ക്യാഷ് പ്രൈസ് ഇയാൾക്കും വേണമെന്ന്. അതെങ്ങനെ ശരിയാവുക? എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. ഒരു നല്ല ഗണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഇങ്ങ് തീർത്തള ഞാൻ. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ റേസ് എങ്ങനെയെങ്കിലും ജയിച്ചാൽ പറ്റുമോ? ചെല്ല്, വേഗം ചെല്ല്. വേഗം ആ റേസ് ജയിച്ചിട്ട് പൈസ കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ ഷിൻചാനും പിഞ്ചാനും ചോപ്പനും വെറുതെ വിടാം. ശരി, ഞാൻ അതേ പോവാണ്. ഞാൻ പോയിട്ട് ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം. അത് പിന്നെ ഒരു കാറിൻ്റെയും കൂടി റേസാണ് കേട്ടോ. ഞാനാണെങ്കിൽ പുതിയ ബൈക്കും കൂടി മേടിച്ചു. ആ ബൈക്ക് വെച്ചിട്ട് നമുക്ക് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു കാർ വേണം. എൻ്റെ കയ്യിൽ ഈ ഒരു കാറ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് റേസൊന്നും ജയിക്കാൻ പറ്റില്ല. നമുക്കതിനായിട്ട് നല്ലൊരു വണ്ടി അടിച്ചു മാറ്റണം. നമ്മുടെ ലോസ് ആൻഡോസിൽ പിന്നെ ഇഷ്ടംപോലെ കാശുള്ള ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ എന്തായാലും സൂപ്പർ കാർ ഉണ്ടാവും. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചു മാറ്റാം, എന്നിട്ട് ആ റേസിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നാലും അത് ഏത് ഗ്യാങ്ങിൻ്റെ ആൾക്കാരാണോ? ഞാൻ ഇതുവരെയ്ക്കും അങ്ങനത്തെ ഒരു ഗ്യാങ്ങിനെ കണ്ടിട്ടില്ലേ.
എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം അവർ പറഞ്ഞ പണിയെങ്കിൽ ചെയ്യാം. എന്നാലേ ഒരു ഷിൻചാനും പിഞ്ചാനും ചോപ്പിനും വെറുതെ വിടുള്ളൂ. ഇവിടെ ഇപ്പം എനിക്ക് നല്ല കാറൊന്നും കാണാനില്ല ഏട്ടാ. മുമ്പിൽ ഒരു പോർഷ ഉണ്ട്. പോർഷ വേണോ? ഏയ് അത് വേണ്ട. ആ റേസ് ആണെങ്കിൽ ഇച്ചിരി തരികിട റേസാ. പോർഷ വെച്ചിട്ട് ചിലപ്പോൾ റേസ് ജയിക്കാൻ പറ്റില്ല. നമുക്കൊന്നെങ്കിൽ ലംബോർഗിനി, ഫെരാരി അല്ലെങ്കിൽ ബുഗാട്ടി അങ്ങനത്തെ ഏതെങ്കിലും വണ്ടികൾ മതി. ആ വണ്ടികൾ വെച്ചിട്ട് സുഖമായിട്ട് റേസ് ജയിക്കാൻ പറ്റും. ഇതെന്തത്, ഇവിടെ ലോസ് ആൻഡോസിൽ ഒരു സൂപ്പർ കാർ പോലും കാണാനില്ലല്ലോ. അല്ലാത്തപ്പോൾ ഇഷ്ടം പോലെ സൂപ്പർ കാർ കാണും. ആ നേരത്തെ ഒരു പോർഷ കണ്ടില്ലേ, അതടിച്ചു മാറ്റിയാൽ മതിയായിരുന്നു. അത് പക്ഷേ സ്റ്റോക്ക് വണ്ടിയാ. സ്റ്റോക്ക് പോർഷ വെച്ചിട്ട് ജയിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാ. ഞാൻ അതുകൊണ്ട് വേറെ വണ്ടി നോക്കണേ. എനിക്ക് സിമ്മോൻ്റെ അടുത്തേക്ക് പോവായിരുന്നു കേട്ടാ. സിമ്മോൻ്റെ ഷോറൂമിൽ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് വണ്ടിയൊന്നും തരില്ല. അവൻ കുറേ പൈസ മേടിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ പാർക്കിങ്ങിൽ എനിക്ക് ഇഷ്ടംപോലെ വണ്ടികൾ കാണാണ്ട്. നമുക്ക് അവിടെ ഒന്ന് ചെന്ന് നോക്കി നോക്കാം. ഏതെങ്കിലും ഒരു സൂപ്പർ കാർ കിട്ടിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഏത് വണ്ടിയായാലും കുഴപ്പമൊന്നുമില്ല. കിട്ടിയത് അങ്ങ് അടിച്ചു മാറ്റാം, അത്രേ ഉള്ളൂ. ഇതെന്തത്, ഇവിടെ സൂപ്പർ കാറൊന്നും കാണലില്ലല്ലോ. ഇവിടെ മറ്റേ MG കോമറ്റ് ഉണ്ട് കേട്ടാ. അത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ, ഒരു സൂപ്പർ കാർ കിട്ടിയാൽ മതി, ഏതായാലും കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് ഒരു വണ്ടി കിട്ടി. ഇതാ മറ്റേ ഔഡി R8. എന്തെങ്കിലും ആട്ടെ, ഒരു സൂപ്പർ കാർ കിട്ടിയില്ലേ, അത് മതി. ഈ വണ്ടിയും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇത് വെച്ചിട്ട് നമുക്ക് റേസൊക്കെ ജയിക്കാൻ പറ്റും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും അടിച്ചു മാറ്റാം. എൻ്റെ കയ്യിൽ പിന്നെ ലോക്ക് പിക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സുഖമായിട്ട് വണ്ടി അടിച്ചു മാറ്റി. ഇവിടെ പിന്നെ വേറെ ആരും കണ്ടില്ല, അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടാം. നമ്മളിത് ഇവിടെ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ ലൊക്കേഷനിലാണ് റേസൊക്കെ നടക്കണേ. ഒരു മിനിറ്റ്, അതൊരു ഫെരാരി ഇല്ലേ പോയേ? ഞാൻ കുറേ നേരമായിട്ട് ഈ വണ്ടി തപ്പായിരുന്നു. നമുക്കങ്ങനെ വണ്ടി കിട്ടിയേക്കാണ് കേട്ടാ. ഇറങ്ങണ വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തം അല്ല. പിന്നെ ഈ വണ്ടി പിന്നെ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് മതി. ഇത് പിന്നെ ഒരു കൺവെർട്ടബിൾ വണ്ടിയാണ് കേട്ടാ. ഇതിൻ്റെ റൂഫ് അടയ്ക്കാൻ പറ്റില്ലേ? ഓ, ഇതിൻ്റെ റൂഫ് അടയ്ക്കാൻ പറ്റണില്ല. ഞാൻ എന്തെങ്കിലും ആവട്ടെ, റൂഫ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ആ റേസ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോവാം. ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, പിന്നെ നമുക്ക് റേസിൽ കയറാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ റേസ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. നമ്മുടെ റേസ് ഇതവിടെ സ്റ്റാർട്ടാകും കൂടിയും ചെയ്തു. ഇത് എവിടെ നിന്ന് റേസ് സ്റ്റാർട്ടായേ? ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടാ. 18 ആൾക്കാരുണ്ട്. ഈ റേസ് അപ്പോൾ ജയിക്കാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. എൻ്റെ ഈ ഫെരാറിയിലും ബൂസ്റ്റർ ഉണ്ട് കേട്ടാ. ബാക്കിയുള്ളവരുടെ വണ്ടിയിലും ബൂസ്റ്റർ ഉണ്ട്, അത് വേറെ കാര്യം. അവർ ബൂസ്റ്റർ ഇട്ടിട്ട് പടച്ചു പോകുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് പണിയാവുമല്ലോ. പോരാത്തതിന് ഇവിടെ 2 ലാപ്പ് മാത്രമേ ഉള്ളൂ. ഈ റേസ് പെട്ടെന്ന് തീരും ചെയ്യും. നമുക്കും ബൂസ്റ്റർ ഇട്ട് പടച്ചു വിടാം. എന്തിനിപ്പോൾ ബാക്കിയുള്ളവരെ നോക്കണേ? നമ്മളിപ്പോൾ ഇവിടെ 6ാം സ്ഥാനത്ത് എത്തിയിട്ടാ. ഇപ്പോൾ 5ആയി. നമുക്ക് പക്ഷേ ഫസ്റ്റ് തന്നെ എത്തണം, എന്നാലേ 50 കോടി കിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഷിൻചാനും പിഞ്ചാനും കാര്യം ആലോചിച്ച് ടെൻഷനാവുന്നുണ്ട്. ഓ, ഇയാൾ എന്ത് പഠിച്ചിട്ടാ പോണേ? ആ മാറി അങ്ങോട്ട്, ഞാൻ പോട്ടെ. ഇയാൾ എന്ത് സ്പീഡിലാണ് പോണേ? ബൂസ്റ്ററൊക്കെ ഇട്ടിട്ടാ പോണേ. ആ, അതവിടെ പോയിട്ടിടിച്ചു.